വീഡിയോയിലേക്ക് വരികയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും തന്നെയല്ല, നമുക്ക് പുതിയൊരു ഫാമിലി മെമ്പറായ അക്വേറിയം. ഒരു ഗോൾഡ് ഫിഷും ഒരു ബ്രൗൺ ഫിഷും വന്നിട്ടുണ്ട്. സെയിം ബ്രീഡാണ്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്രശ്നമല്ല, ഇതിനൊരു കളർ വ്യത്യാസം ഞങ്ങൾ ചേഞ്ചാക്കി വാങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് ഒരു കമൻ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അതുകൂടാതെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഇഷ്ടപ്പെടാതെയുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ് ചെയ്യണം എന്താ പ്രശ്നം, എന്നാൽ മാത്രമാണ് എനിക്കതൊന്ന് തിരുത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ചെയ്തു നോക്കണം. നിങ്ങളുടെ സജഷൻസ് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ വീഡിയോയിലുള്ള പ്രശ്നങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡിസ്ലൈക്കും ചെയ്യുക, അതിൻ്റെ കൂടെ കമൻറ്റും ചെയ്യുക. അപ്പോൾ എനിക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവും, അത്രയും തന്നെ കമൻറ്റ്സ് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കും എൻ്റെ ചാനലിൻ്റെ ആകെ കുറച്ച് ഒരു 49 എത്രങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് എൻ്റെ വരുന്ന വീഡിയോസിൽ നിന്നുമുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ. അത് കാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാൻ അവിടെ ബ്ലൂ വെയിൽ ഷോപ്പിൽ എത്തിയിട്ട് ഞാൻ മീനുകളൊക്കെ ഒന്ന് നോക്കണം, നല്ലത് ഏതാണ്. പിന്നെ നിങ്ങൾക്ക് ആദ്യം കണ്ട ആ മീൻ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് വന്ന് വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഈ ഫിഷാണ് ഞങ്ങൾ ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിനടുത്ത് ഉള്ളൊരു അക്വേറിയം ഉണ്ട്, അതിലുള്ള മീനുകൾ വാങ്ങാമെന്ന്. ഇത് ചെറിയ കുഞ്ഞിക്കാട്ടി ഓടി നടക്കുന്ന സാധനങ്ങളാണ്, നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷെ അതിന് 350 റുപ്പീസാണ്. ഞങ്ങൾ നോക്കുന്നത് തന്നെ ആകെ ഒരു 200 അതിനുള്ള മീനുകളാണ്. അക്വേറിയം എത്രയായാലും പ്രശ്നമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ ആ വലിയൊരു മീൻ കണ്ട, അത് നല്ല രസമാണല്ലേ. ഇത് നല്ല രസമാണ്. ഗപ്പിക്കുഞ്ഞുങ്ങളാണ് കണ്ടിട്ട്, ഗപ്പിക്കുഞ്ഞല്ല ഗപ്പികൾ. ഇത് കണ്ട വലിയ തലയുള്ളത്. ഈ സാധനത്തിന് ഒരെണ്ണം മതി 3000 റുപ്പീസ് ടബ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. ഇത് കണ്ടോ, ഇത് ഞാൻ ഇരുന്നെടുത്തതാണ്, നിലത്ത് കണ്ട ഒരു ഗാലക്സി ടൈപ്പ് ഫിഷാണ്, ഗാലക്സി ഡിസൈനുള്ള. അതൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് വേറൊരെണ്ണമാണ്. ഇതിൻ്റെ വാല് നല്ലോണം വലുതാണ്, ഭയങ്കര വിത്തുള്ള വാലും ചെറിയ ബോഡിയാണ്. അതൊക്കെ സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ചെറിയ ഗോൾഡ് ഫിഷ്. പിന്നെ ഞാനിപ്പോൾ നോക്കുന്നത് ഗ്ലോബുകളും സാധനങ്ങളൊക്കെയാണ്. അവിടെ ഒരു ക്യാമറ പതിയാത്തൊരു മീൻ നിങ്ങൾ കണ്ടല്ലോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെള്ളത്തിൻ്റെ തന്നെ കളറുമാണ്, ഒരു സിൽവർ അങ്ങാണ്ട് കളറ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ മീനുകൾ, ചെടികൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഫൈറ്റർ. പൊളി അമ്മാതിരി ഡിസൈനാണ് അതിന്. ഞാൻ ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ തന്നെ. വാങ്ങാമെന്ന് വെച്ചാണ്, പിന്നെ അച്ഛൻ പറഞ്ഞു അത് പിന്നെ ഒരു ദിവസം വന്നിട്ട് വാങ്ങാമെന്ന്. കുറേ ഫൈറ്ററുകളെ ഞാൻ കണ്ടിരുന്നു. ഇവിടെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഫൈറ്റർ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട, ഇതൊക്കെ ഒരു ഗ്രേ കളർ ഫൈറ്ററാണ്. ഇത് നല്ല രസമുണ്ട്, കളർഫുള്ളായിട്ടുള്ളൊരു ബ്ലൂ ഗാലക്സി ഫൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് അതിനെ.
ബാക്കിയൊക്കെ നല്ലതാണ്, പക്ഷെ അതിൽ കളർ അത്ര നല്ല പോരാ. ഇത് കണ്ടോ, ഡയമണ്ടിൻ്റെ ഷേപ്പിലുള്ള കല്ലുകൾ, അതും നല്ല കേട്ടോ. ഇതും അത് അത്യാവശ്യം നല്ലതാണ്. നേവി ബ്ലൂ ഗപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. നേവി ബ്ലൂ എന്തോ ഒരു മീൻ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റർ. അത് കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ എനിക്ക് ഗ്രേ കളർ ഫൈറ്ററുകളാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെല്ലാം ഫൈറ്ററുകൾ തന്നെയാണ്. ഇപ്പോൾ കാണിച്ചത് കണ്ട ഒരു ക്രാബ് അവിടെ ഒളിച്ചിരിപ്പുണ്ടായി. ഇത്ര നേരം ഞങ്ങൾ കണ്ടില്ലേ അതിനെ. ഞാൻ വിചാരിച്ച പോലെ ഫിഷ് ആയിരിക്കും, നോക്കുമ്പോൾ അത് കാണാനൊരു ക്രാബോ എന്തോ സ്കോർപ്പിയനോ വെള്ളത്തിൽ ജീവിക്കണ എന്തായാലും ക്രാബിനെ പോലെ തന്നെയാണ് ലുക്ക്. ക്രാബല്ല, എന്തോ വേറെന്തോ ആണ്, ലോബ്സ്റ്ററാണത്, ലോബ്സ്റ്റർ. ഇത് പൊളി എല്ലാം മരണം മാസ സാധനമാണ് കണ്ടത് നമ്മൾ. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാം കണ്ടത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഒരു അതിനിടയിൽ എൻ്റെ അനിയൻ കാണിച്ചൊരു സാധനമാണ് ഈ കാക്ടസ് പ്ലാന്റ്. അവൻ തൊട്ട് വരെ നോക്കിയിട്ടോ, എന്നിട്ട് അതുകൊണ്ടൊരു കരച്ചിൽ കരഞ്ഞു. ഇത് കണ്ടോ, തൊട്ട കണ്ട. പിന്നെ ഇത് കണ്ടോ, ഇതിനുള്ളിൽ എന്തോ എനിക്ക് തോന്നുന്നത് കല്ലുപ്പ് പോലത്തെ സാധനം കണ്ട. കല്ലുപ്പാണോ എന്നറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ചേട്ടൻ ഈ അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്ത് തരാണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ ഓഫ് കമൻറ്റേറ്ററി ആണ്. അത് കാരണം നിങ്ങൾ ബോറടിച്ച് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാതെ നോക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗമ്മും വെച്ചാണ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണേ. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വച്ച് നോക്കിയിട്ടുണ്ട്. അത് ഞാനത് ഉന്നറിയിൽ നിന്ന് കാണിച്ചതാണ്. അത് കീറണത്, ആ ഭാഗമൊക്കെ കീറി കളഞ്ഞിട്ട് അവർ അതങ്ങ് ഗം തേച്ചുണ്ടോ, അതാണ് ആ ഗമ്മ്. ആ ഗമ്മും വെച്ചാണ് നമ്മൾ അത് അവിടെ നല്ലോണം ഒട്ടി നിൽക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഒന്നും കൂടിയല്ല, കാണിച്ചു തരാം. വീണ്ടും നമ്മളെ ആ ഗമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വേറെ ഏതോ ഒരു സ്ഥലത്ത് തിണ്ണമ്മൊക്കെ വച്ചിരിപ്പുണ്ട്. സുഖിച്ചിരിക്കുകയാണ് സാധനം. ബാക്ക്ഗ്രൗണ്ട് ഇട്ടുള്ള മെയിൻ തിങ് അതാണ് കേട്ടോ. അത് വീണ്ടും വെള്ളമൊക്കെ തളിച്ചൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാണിച്ച സ്പ്രേയും കൊണ്ടാണ് എയറൊക്കെ ടൈറ്റ് ആക്കിയിട്ടാണ് നമുക്ക് അത് സ്പ്രേ ചെയ്യാൻ കിട്ടുക. അങ്ങനത്തെ ഒരു സ്പ്രേ നല്ലതാണ്. കണ്ടോട്ടോ, അത് ഇപ്പോഴാണ് അതങ്ങ് ഒട്ടിച്ചത്. ഇപ്പം അത് നമ്മൾ വലിച്ചാൽ പോരും. പക്ഷെ അയാൾ ആ ഇത് ഒട്ടിക്കണ ആ ചേട്ടൻ ഒന്ന് വടിക്കണ പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ട് വടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ക്രിസ്റ്റൽ സൂപ്പറായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാനത് കാണിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗം നമ്മുടെ മേത്തേക്ക് തെറിക്കും. കണ്ടോ, ഇപ്പം അത് ഒരു മടക്കവും ഇല്ലാണ്ടാണ് ഇരിക്കണം. അത് കാരണമാണ് അത് നല്ല ടൈറ്റായിട്ട് അങ്ങ് ഒട്ടിയിരുന്നുള്ളൂ, എയർ ടൈറ്റായിട്ട്. നല്ല സാധനമാണ് കേട്ടോ അയാളുടെ ഐഡിയ. ആ ചേട്ടൻ്റെ ഐഡിയ സൂപ്പറാണ്. പിന്നെ വീണ്ടും ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് അതൊന്ന് ടൈറ്റാക്കി ക്ലീനാക്കി. പിന്നെ അതിലേക്ക് കല്ലൊക്കെ ഇടുന്നു. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ.
അവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ടൈറ്റിൽ വലിച്ചാൽ അതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ നടക്കുന്നതാണ് നമുക്കത് ഒട്ടിച്ചെന്ന് ചേട്ടൻ. പിന്നെ ഈ വരുന്നതാണ് എൻ്റെ അനിയൻ ബക്രീസ്. ഇപ്പൊ പോയി വിളിച്ചുട്ടാ. എപ്പോഴാണ് നിങ്ങളത് കാണുന്നത് അവിടെ കല്ലിടുന്നത്? അവിടെ അതിനിടയിലൊരു മരം പോലത്തെ ഒരു പ്ലാസ്റ്റിക് സാധനം കൂടി വച്ചിട്ടുണ്ടായി. നിങ്ങളത് വീണ്ടും കണ്ടിട്ട് വാ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ അവസാനം കാണുന്ന അക്വേറിയത്തിൻ്റെ സെറ്റപ്പ്. ബൾബ് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിനുള്ള പ്ലഗ് ഇല്ല. അത് കാരണം നമ്മളതൊന്ന് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ബൈ ഗൈസ്.